എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പ്. നിലമ്പൂർ മജ്മ അക്കാദമി സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മീലാദ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മജ്മ ഗ്രാൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് നടക്കും. മാനവികതയുടെ പ്രവാചക ദർശനങ്ങളെ അധികരിച്ച് കാന്തപുരം നടത്തുന്ന നബി സ്നേഹ പ്രഭാഷണം നടക്കും. മജ്മ ഗ്രാൻഡ് ലൈബ്രറി ഉദ്ഘാടനവും കാന്തപുരം നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി ആരംഭിക്കുന്ന ചടങ്ങുകൾ വൈകുന്നേരം 4-ന് നിലമ്പൂർ ടൗണിൽ നടക്കുന്ന നബിദിന റാലിയോടെ സമാപിക്കും. വിഭാഗീയതയും വംശഹത്യകളും വർഗീയ പ്രചാരണങ്ങളും മാനവിക വിരുദ്ധമാണെന്നും അവ സംസ്കൃത ലോകത്തിന് ചേർന്നതല്ലെന്നും ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള റാലിയിൽ ആയിരങ്ങൾ പങ്കെടുക്കും. പുസ്തക പ്രകാശനം, നബി സന്ദേശ പ്രഭാഷണം, മഹ്ഫലെ മൗലിദ്, നബി കീർത്തന ആലാപനം, അന്നദാനം, അവാർഡ് ദാനം തുടങ്ങിയവയും നടക്കും. റബിയുൽ അവൽ 1 മുതൽ ആരംഭിച്ച റബിയു ക്യാമ്പയിന്റെ സമാപനമായാണ് മജ്മ മീലാദ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മതപരമായും മറ്റു രംഗങ്ങളിലുമൊക്കെ മനസ്സുകൾ അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രവാചകൻ്റെ ജന്മദിന ആഘോഷം നമ്മെ മനസ്സുമായി അടുപ്പിച്ചിരുത്താൻ ഉപകാരപ്പെടുകയാണ്. അത് ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ നടക്കുന്ന നബിദിന സമ്മേളനങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. മജ്മഅ നടത്തുന്നത് വഴിക്കടവ് മുതൽ എടവണ്ണയുടെ ഇടയ്ക്കുള്ള നമ്മുടെ ഈ മജ്മഅ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള 100ഓളം മഹല്ല് പള്ളികൾ ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ഈ പ്രാവശ്യം നമ്മുടെ ലീഡർ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സംബന്ധിക്കുന്നു എന്നതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത. ഒരു 5000 ആളുകൾക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്നദാനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പ്രവാചകൻ പഠിപ്പിക്കുന്നത് തന്നെ അവഗണിക്കപ്പെടുന്ന ആളുകൾ ചേർത്ത് പിടിക്കുക. ഉദാഹരണം, പ്രവാചകൻ്റെ ഒരു സന്ദേശം അതിലേറ്റവും പ്രധാനം, ബുദ്ധിമാന്യം സംഭവിച്ചു നിൽക്കുന്ന ആളുകൾ, കുട്ടികളായാലും വലിയവരായാലും നമ്മളൊക്കെ ഒരു വലിയ പരിഗണന കൊടുത്തുകൊണ്ട് അവരെ ഒരു മുൻനിരയിൽ ഇരുത്തുകയോ അവർക്കൊരു വലിയ മാനസികമായ സമാധാനം കൊടുക്കുകയോ ചെയ്യുന്ന രീതിയല്ല, പൊതുവെ അവഗണിക്കപ്പെടുന്ന രീതി. അതേസമയത്ത് പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ബുദ്ധിമാന്യമുള്ള ആളുകൾ, അതേപോലെ ഏതെങ്കിലും വൈകല്യമുള്ള ആളുകൾ, അവർ സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ. അപ്പോൾ അവരെ നാം പരിഗണിക്കണം, അവരെ നാം ചേർത്ത് പിടിക്കണം, അവരെ നാം കൂടെ നിർത്തണം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പം അങ്ങനെ സമൂഹത്തിൽ സൽക്കാരങ്ങളും അതുപോലെ തന്നെയുള്ള സദ്യകളുമൊക്കെ ഇഷ്ടം പോലെ ഒരുക്കും. അതൊക്കെ പലപ്പോഴും ചില പ്രത്യേക ആളുകളിൽ ഒതുങ്ങുന്നതോ അതല്ലെങ്കിൽ ചില പ്രത്യേക കുടുംബങ്ങളിൽ ഒതുങ്ങുന്നതോ ഒക്കെ ആയിപ്പോകും. അതേസമയത്ത് പ്രവാചകൻ്റെ പേരിലുള്ള സദസ്സ്, പ്രവാചകൻ്റെ പേരിലുള്ള പ്രാർത്ഥനാവേദി, പ്രവാചകൻ്റെ പേരിലുള്ള ഭക്ഷണ സൽക്കാരം, ഇതൊക്കെ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ട പോലെ പരിഗണന കൊടുത്തുകൊണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റന്നാൾ ഇവിടെ പരിപാടി നടക്കുമ്പോൾ 5000 ആളുകൾ സംബന്ധിച്ചാൽ 5000 ആളുകൾക്കും ഒരേപോലത്തെ ഭക്ഷണം, അത് അവർക്കൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യം ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ എല്ലാവരും ആ പ്രാർത്ഥനാ സദസ്സിൽ സംബന്ധിച്ച് അതൊരു ആത്മീയമായ ചൈതന്യമാണ് പ്രാർത്ഥന. അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം, അതാണ് റബീഉൽ അവ്വൽ എന്നതിൻ്റെ വസന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മാനസിക വസന്തമാണ്. അതാണ് ഈ മീലാദ് സമ്മേളനങ്ങളിലെ ഏറ്റവും പ്രധാനം. ബുധനാഴ്ച രാവിലെ 9 മണിക്ക് പതാക ഉയർത്തി ആരംഭിക്കും. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ആ പ്രാർത്ഥനാ സഭ നടക്കുന്നത്. 2 മണിക്ക് 5000 ആളുകൾക്കുള്ള ഭക്ഷണം നൽകിക്കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. 4 മണി മുതൽ വൈകിട്ട് ഒരു 6 മണി വരെ ടൗണിൽ ഒരു നബിദിന റാലി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ടൗണിലെ
വാഹനത്തിരക്കും അവിടെ നടക്കുന്ന വർക്കുകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ റോട്ടിൽ കഴിയുന്നത്ര ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന ആലോചനയിലാണ് റാലി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാവശ്യം. അതോടൊപ്പം ഈ പ്രാവശ്യം നമ്മൾ പ്രവാചകനെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ചും 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രകാശനം നമ്മുടെ ഈ സമ്മേളന വേദിയിൽ വെച്ച് നടക്കും. അത് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകതയായി ഉള്ളതാണ്. ഇത്രയും ബുർദ മജ്ലിസ്, തിരുനബി സദസ്, ഗ്രാൻഡ് അസംബ്ലി, പുസ്തക വിതരണം, അയൽപക്ക മൗലീദുകൾ തുടങ്ങി വിവിധ പ്രോഗ്രാമുകൾ ഇതിനോടകം നടന്നു. സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ദാരിമി പതാക ഉയർത്തും. വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മൗലീദ് സദസ്സിൽ ആയിരങ്ങൾ പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങിയവർ സംസാരിക്കും. ഉച്ചയ്ക്ക് 2-ന് മഹല്ല് ഭാരവാഹികളുടെ എലൈറ്റ് മീറ്റ് നടക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മജ്മ സെക്രട്ടറി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, സ്വാഗത സംഘം ചെയർമാൻ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ, കൺവീനർ CH ഹംസ സഖാഫി, മജ്മ പ്രിൻസിപ്പൽ സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super absorbent. Poppy's diapers.